ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് ഏതാണ്ട് 13ഓളം വരുന്ന പ്രബലമായിട്ടുള്ള മാധ്യമങ്ങളും അവരുടെ എക്സിറ്റ് പോളുകളും ഒക്കെ പുറത്തേക്ക് വന്നിരുന്നു. അതിൽ ഏറ്റവും ക്രെഡിബിളായിട്ട് നമ്മൾ കരുതിയിരുന്നത് ചാണക്യയുടെയും അതുപോലെ തന്നെ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേയൊക്കെയാണ്. ആ സർവേകളിൽ പറഞ്ഞിരുന്നൊരു കാര്യം ഏതാണ്ട് 401ഓളം സീറ്റുകൾ വരെ BJPക്ക് അല്ലെങ്കിൽ NDA മുന്നണിക്ക് കിട്ടാമെന്നും BJP വലിയ തോതിലുള്ള വർധനവ് അവരുടെ സീറ്റുകളിൽ ഉണ്ടാക്കും എന്നുമാണ് എല്ലാ സർവേകളും തന്നെ ഒന്നിടവില്ലാതെ പറഞ്ഞിരുന്നത്. അതിലാകെ പറയാവുന്ന ഒരു എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ദൈനിക് ഭാസ്കറിൻ്റെയൊക്കെ ഒരു എക്സിറ്റ് പോളിൽ അവർ മാത്രമാണ് NDAക്ക് 281 മുതൽ 350 വരെ, അത് തന്നെ പക്ഷേ വലിയ റേഞ്ച് ആയിരുന്നു. കാരണം 281 മുതൽ 350 വരെ, അതായത് 70ഓളം വരുന്ന സീറ്റുകളുടെ ഇടയ്ക്കുള്ള ഒരു റേഞ്ചാണ് അവർ പ്രവചിച്ചിരുന്നത്. ദൈനിക് ഭാസ്കറാണ് ഏറ്റവും കുറവ് പ്രവചിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ എക്സിറ്റ് പോളുകളും ഇത് പ്രവചിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് ഏതാണ്ട് ഒരു മാസം മുമ്പുള്ള പ്രീ പോൾ സർവേകൾ എടുത്തു വെച്ചാലുമൊക്കെ തന്നെ ആ സർവേകളിൽ BJP വലിയ നേട്ടമുണ്ടാക്കുമെന്നുള്ള പ്രചണ്ഡമായ പ്രചാരണമാണ് മാധ്യമങ്ങളെല്ലാം എഴുന്നള്ളിച്ചത്, അല്ലെങ്കിൽ അവരെല്ലാം കൊടുത്തു വിട്ടത്. ഇതെല്ലാം വായിക്കുന്ന ജനങ്ങളുടെ ഇടയ്ക്ക് വലിയൊരു പെർസെപ്ഷൻ ഉണ്ടാവുകയും ഈ എക്സിറ്റ് പോളുകൾ വന്നപ്പോഴേക്കും, എക്സിറ്റ് പോളുകളാണ് കുറച്ചുകൂടി ശരിയാവാറുള്ളത്. സാധാരണ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതാണ്ട് 600ഓളം വരുന്ന എക്സിറ്റ് പോളുകളും അതുപോലെ സർവേകളും ഒക്കെ ഇതിനകം നടന്നിട്ടുണ്ട്. പ്രീ പോൾ സർവേകളിൽ പലപ്പോഴും 70% ആക്യുറസിയാണുള്ളതെങ്കിൽ എക്സിറ്റ് പോളുകളിൽ പലപ്പോഴും 80% എക്സിറ്റ് പോളുകളും ശരിയായിട്ടുണ്ട്. പക്ഷെ അത് അപ്പാടെ തകർന്നു പോയിട്ടുള്ളൊരു കാലമെന്ന് പറയുന്നത് 2004 പക്ഷെ അപ്പോൾ പോലും ഇത് വളരെ കൃത്യമായി ഓർക്കസ്ട്രേറ്റഡായി ആരെങ്കിലും കോൺസ്പയർ ചെയ്തിട്ട് കൃത്യമായ ഒരു ഡാറ്റ എല്ലാവരും കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന ഒരു ആരോപണം ഉയർന്നിരുന്നില്ല. പക്ഷെ ഇത്തവണ നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, എല്ലാ സർവേകളും എങ്ങനെ ഒരേ രീതിയിലാകുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേക്ക് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ യോഗേന്ദ്ര യാദവ് പറയുന്നത്, അദ്ദേഹം ഒരു സഫോളജിസ്റ്റ് എന്ന് പറയുന്നത്, അദ്ദേഹം അറിയപ്പെടുന്നത് സഫോളജിസ്റ്റാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കൃത്യമായി ഇന്ത്യ മുന്നണിയുടെ സൈഡിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഈ ഇലക്ഷൻ്റെ പ്രെഡിക്ഷന് ഞാൻ നടത്തേണ്ടി വന്നത് തന്നെ മാധ്യമങ്ങളുടെ ഈ തരത്തിലുള്ളൊരു പ്രകടനം കണ്ടിട്ടാണ്. അതായത് ഗോദി മീഡിയ എന്നൊക്കെ വിളിക്കുന്ന മീഡിയകളെല്ലാവരും കൂടി തന്നെ BJP വലിയ തോതിൽ അധികാരത്തിലേറാൻ പോകുന്നു, വലിയ വർധനവ് അവരുടെ സീറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നു, ഇത്തവണ 400ലേക്ക് എത്തുമെന്നൊക്കെയുള്ള ഒരു എക്കോയിങ്, അതായത് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാധ്യമങ്ങൾ അങ്ങോട്ട് എക്കോ ചെയ്യുകയാണെന്നും, അപ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഞാൻ എൻ്റെ കർത്തവ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും ഒരു സഫോളജിസ്റ്റിൻ്റെ പണിയെടുത്താണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് പറയുമ്പോൾ അദ്ദേഹമാണ് 240ഓളം സീറ്റുകളിലെത്തി BJP നിൽക്കുമെന്നും ഇന്ത്യ മുന്നണിക്ക് തന്നെ വളരെ കഷ്ടിച്ച് മാത്രം ഭൂരിപക്ഷം കിട്ടുമെന്നുമുള്ള ഒരു റിപ്പോർട്ട് നമ്മളോട് ആദ്യമായി പറയുന്നത്. അദ്ദേഹം പക്ഷേ ഒരിക്കലും സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയിട്ടല്ല അത് പറഞ്ഞത്. അദ്ദേഹം യാത്രകൾ ചെയ്തുണ്ടാകുന്ന ഒരു ഫീലിൽ നിന്നാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഞാനുമൊക്കെ എൻ്റെ പ്രഡിക്ഷൻസ് നടത്തിയിട്ടുള്ള അത്തരത്തിലുള്ളൊരു ഫീലിൽ നിന്നാണ്. 2021 മുതൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ അങ്ങനെ പറഞ്ഞിട്ടുള്ള മഹാഭൂരിപക്ഷം കാര്യങ്ങളും ശരിയായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കൃത്യമായി ഇട്ടിരുന്നു, അതായത് 100 സീറ്റ് കോൺഗ്രസ് തികക്കില്ല എന്ന്. കോൺഗ്രസ് 99 സീറ്റിലേക്ക് എത്തി നിൽക്കുകയാണ്. 60-70 സീറ്റുകളാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ എങ്കിലും 90 മാക്സിമം വന്നാൽ 100 തികക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ 300 തികക്കാൻ സാധ്യതയില്ല BJP ഇത്തവണ എന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്രമാത്രം ഓർക്കസ്ട്രേറ്റഡായി എല്ലാവരും ഒരുപോലെ സർവേ കൊടുത്തതെന്ന് പറയുന്ന ഒരു ചോദ്യമാണ് യോഗേന്ദ്ര യാദവ് ഉന്നയിക്കുന്നത്. ഇതേ മാധ്യമങ്ങളിരുന്ന് ഇപ്പം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്, അതിൻ്റെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു. നമുക്കറിയാം അത് തകർന്നു പോയി എന്നുള്ളത്, മോദിയുടെ സ്ട്രാറ്റജികൾ തകർന്നു പോയി എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ അജണ്ട തീരുമാനിക്കുന്നതിൽ മോദി പരാജയപ്പെട്ടു. പലപ്പോഴും ധ്രുവരാത്രിയുടെയും രവീഷിൻ്റെയും ഒക്കെ പോലെയുള്ള യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി എത്തിയിരുന്നു. കൂടാതെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ 2 പ്രഹരങ്ങൾ, ഒന്ന് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിലുണ്ടായ ഏറ്റവും വലിയ അടി, അത് ഒരു വലിയ കൊള്ള പുറത്തേക്ക് വരുന്നതിന് സഹായിച്ചു. ആ കൊള്ള പോലും പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്തില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ പ്രതിപക്ഷം പോലും അത് ചർച്ച ചെയ്തില്ല, കാരണം ഇവരെല്ലാം കാശ് മേടിച്ചിട്ടുള്ളതുകൊണ്ട് അവരൊന്നും ഇത് ചർച്ച ചെയ്തില്ല. പക്ഷേ ഒരു നവമാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന യൂട്യൂബുകളും
അതുപോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള മാധ്യമങ്ങളും ഒക്കെ ഇത് ചർച്ച ചെയ്യുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തു. സത്യത്തിൽ ഈ 2024 തെരഞ്ഞെടുപ്പിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നും ബ്രോദി ബ്രാൻഡിൽ ഒരു ഇടിവുണ്ടായിട്ടിരിക്കുന്നു, അതിൻ്റെ വിശ്വാസ്യതയിൽ ഒരു ഇടിവുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിനെ അസാധാരണമായ നടപടികളിലൂടെ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് വിടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഇത് വളരെ കൃത്യമായി മോദിയുടെ ഒരു ബ്രാൻഡിൽ വലിയ തകരാറുണ്ടായി എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ സാറ്റലൈറ്റ് ചാനലുകളുടെ കാര്യത്തിലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പത്രങ്ങളുടെ കാര്യത്തിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിശ്വാസ്യതയിൽ വലിയ ഇടിവുണ്ടായിരിക്കുന്നു. സത്യത്തിൽ നേരത്തെ തന്നെ ആളുകൾ കൂടുതലായി സോഷ്യൽ മീഡിയകളെയും നവമാധ്യമങ്ങളെയും യൂട്യൂബുകളെയും ഒക്കെ ആശ്രയിച്ചു കൊണ്ടിരുന്നു. ആ ആശ്രയത്തിന് ആക്കം കൂട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്വാധീനം വിളിച്ചറിയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അത്. ഈ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നറിയപ്പെടുന്ന മീഡിയകളും അതുപോലെ തന്നെ വലിയ ചാനലുകളും പത്രങ്ങളും എല്ലാം തന്നെ ഇതെല്ലാം മറച്ചു വെച്ചിട്ടും അവരെല്ലാം അപ്പാടെ ജനം തള്ളിക്കളയുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസക്തി ഈ നവമാധ്യമങ്ങളുടെ കാര്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് ഈ 2024 തെരഞ്ഞെടുപ്പിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃത്യമായ ഫലം എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ത്യയിലെ ജനങ്ങൾ മോദിക്ക് ഒരു ചെറിയ താക്കീത് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാം. പക്ഷേ മോദിയുടെ ബ്രാൻഡിൽ, അതിൻ്റെ ഇമേജിൽ, അതിൻ്റെ വിശ്വാസ്യതയിൽ വലിയ ഇടിവുണ്ടായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ഇന്ത്യയിലെ ഏതാണ്ട് 90% വരുന്ന വലിയ മാധ്യമങ്ങൾക്കും ആ മാധ്യമ പ്രവർത്തകരുടെ വാക്കുകൾക്കും ജനം കാതോർത്തിരിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ വെറും പാഴ്വാക്കാണെന്നും അവരെല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന കുക്കണപ്പായിട്ടുള്ള സ്റ്റോറികളാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ റിസൾട്ടായി നമ്മൾ കണ്ടത് ആക്സിസ് മൈ ഇന്ത്യയുടെയൊക്കെ തലവനായിട്ടുള്ള പ്രദീപ് ഗുപ്ത, അദ്ദേഹം NDTVയിലിരുന്നിട്ട്, ഇന്ത്യ ടുഡേയിലിരുന്നിട്ട് അദ്ദേഹം കരയുന്ന ഒരു രംഗം കണ്ടു ഞാൻ. അതെനിക്ക് വലിയ വിഷമം തോന്നി. കാരണം അദ്ദേഹം ആത്മാർത്ഥമായി എഫേർട്ട് ഇട്ട് അദ്ദേഹം കൃത്യമായി ഡാറ്റയൊക്കെ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കാം. അദ്ദേഹം ഇപ്പോൾ ഒഡീഷയിലെ റിസൾട്ടും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെല്ലാം ഒഡീഷയിലെയും അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലെയും ഒക്കെ റിസൾട്ടുകൾ അദ്ദേഹം ആന്ധ്രാപ്രദേശിലേക്ക് കൃത്യമായി പ്രവചിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ കൃത്യമായി സർവേ നടത്തിയിരുന്നു. പക്ഷേ മറ്റുള്ള ഓർഗനൈസേഷൻസ് എല്ലാം ഇതുപോലെ നിഷ്കളങ്കമായിട്ടാണ് അത് ചെയ്തത് എന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. ഇത്തരത്തിലുള്ള എല്ലാ ഓർഗനൈസേഷനുകളും എങ്ങനെയാണ് ഒരുപോലെ ഈ സർവേ റിസൾട്ട് കിട്ടിയത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് ആളുകൾ ഒരു എൻ്റർടൈൻമെൻറ്റായി ഈ ചാനലുകൾ കണ്ടിരിക്കുമെന്നല്ലാതെ ഇനിയുള്ള കാലത്ത് ഇത് വിശ്വാസ്യതയുടെ കാര്യത്തിൽ ഇവർക്ക് വലിയ കുറവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂട്യൂബ് അടക്കമുള്ള നവമാധ്യമങ്ങളുടെ പ്രസക്തിയും ഇന്ത്യയിൽ കൂടിയിരിക്കുന്നു.